അങ്ങനെ വേണ്ട സാധനങ്ങളെല്ലാം വാങ്ങിച്ചിട്ട് ഞങ്ങൾ നടത്താൻ തുടങ്ങും. 4:30-ക്കാണ് നടക്കാൻ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഇരുട്ടുന്നതിന് മുമ്പേ ടെൻറ്റ് പിച്ച് ചെയ്യണം. അരിയും സാധനങ്ങൾ ബാഗിലുണ്ട്. ചോറ് കഴിക്കണമെന്ന് നല്ല ആഗ്രഹമുള്ളതുകൊണ്ട് അരി വെക്കാനായി അടുപ്പ് കൂട്ടി. കയ്യിലുള്ള ഗ്യാസ് ക്യാൻ വെച്ച് അരി വയ്ക്കാൻ നിന്നാൽ അത് തീർന്നു പോകും. കുറച്ചു ദൂരം നടന്നപ്പോൾ കുത്തനെയുള്ള വഴികളായി. എല്ലാവർക്കും ക്ഷീണമായി തുടങ്ങും. കുറച്ചു നേരം ഇരുന്ന് വെള്ളം കുടിച്ചു. കാഴ്ചകളൊക്കെ കണ്ട് നടന്നു. ഈ യാത്രയിൽ ഇങ്ങനെയൊരു ട്രക്കിങ് ഞങ്ങളുടെ പ്ലാനിങ്ങിലേ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ റൂം എടുക്കുന്ന കാര്യം ഇല്ലാന്ന് തീരുമാനിച്ചാണ്. അങ്ങനെ ഓസ്ട്രേലിയൻ ക്യാമ്പിൽ ഏകദേശം 7 മണിയോടെ എത്തി. പക്ഷേ ഇവിടെ ടെൻറ്റ് പിച്ച് ചെയ്യാൻ ഇവ സമ്മതിക്കത്തില്ല. ഒരാൾക്ക് 1300 നേപ്പാളി വെച്ചിട്ട് ഇവർ തന്നെ ടെൻറ്റ് പ്രൊവൈഡ് ചെയ്യും. അതെടുത്താൽ ബഡ്ജറ്റ് പോകുക എന്നതുകൊണ്ട് മുന്നോട്ട് വീണ്ടും നടന്ന് ടെൻറ്റ് അടിക്കാൻ ഒരു സ്ഥലം നോക്കാൻ തീരുമാനിച്ചു. പോകുന്ന വഴിയിൽ വെച്ച് ഒരു അമ്മച്ചിയെ കണ്ടു. അവർ ഇനിയും ഇതുവഴി മുന്നോട്ട് പോകുന്നത് സേഫ് അല്ല എന്ന് പറഞ്ഞ് അവരുടെ ഹോം സ്റ്റേയിലേക്ക് വരാൻ പറഞ്ഞു. ഞങ്ങൾ അവരോട് ടെൻറ്റ് അടിക്കാൻ ഒരു സ്ഥലം ചോദിച്ചപ്പോൾ വീടിന് പിറകിലായി പിച്ച് ചെയ്തോളാൻ പറഞ്ഞു. അവിടെ നിന്ന് കുറച്ച് വിറകുകളൊക്കെ ഒപ്പിച്ച് അങ്ങനെ അരിയൊക്കെ വെച്ച് അവരുടെ കടയിൽ നിന്ന് ഓരോ കട്ടനൊക്കെ കുടിച്ചു. കട്ടന് 80 നേപ്പാളി കൊടുക്കേണ്ടി വന്നാലും നല്ലൊരു സ്ഥലം കിട്ടിയതുകൊണ്ട് ഞങ്ങൾ സമാധാനിച്ചു.